സ്പെഷ്യൽ ബീഫ് കറിയാണ്. ഹലോ ഗായ്സ്, വെൽക്കം ടു നങ്ങുഷിക ഡയറീസ്. തൃശ്ശൂർക്കാർ എങ്ങനെയാണ് ബീഫ് ഉണ്ടാക്കണേ നോക്കിയാലോ. വെള്ളം അടുപ്പ് വെള്ളം പോയി. എന്റെ ഒരു പാത്രം കുഞ്ഞു കത്തിയെടുത്ത് നന്നാക്ക്. വേറെ ഒന്നും പണിയില്ല. പൊടി നമ്മുടെ നേരത്തെ മസാല മൂപ്പിച്ചതും പിന്നെ എന്താ ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് മഞ്ഞൾപ്പൊടി മൂപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ നല്ല മണമുണ്ടല്ലേ. സ്പെഷ്യൽ ബീഫ് കറിയാണ്. നമ്മൾ മോസ്റ്റ്ലി ഇങ്ങനെ തന്നെയാണല്ലോ ഉണ്ടാക്കുക. എപ്പോഴും കുറേ റിസ്കി റെസിപ്പി ഒന്നല്ല, ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ടേസ്റ്റ് പിടിക്കണമെങ്കിൽ നമ്മൾ ഇത് കണ്ടോ കുറച്ച് നേരം ഇങ്ങനെ വെക്കണം. പക്ഷെ നമുക്ക് സമയമില്ല. ഇപ്പൊ നമ്മള് പെട്ടെന്ന് ഉണ്ടാക്കുക. അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ വെച്ചാൽ വളരെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നല്ല മണമുണ്ട് സീരിയസ്ലി. ആ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തില്ലേ, അതാണോ? ഇനി നമ്മൾ നേരെ ഇത് വെക്കുകയാണോ ചെയ്യാ? കഴിഞ്ഞ പക്ഷെ നമ്മൾ കുറച്ച് കൂർക്ക ഇവിടെ അരിഞ്ഞിങ്ങനെ വെക്കുന്നുണ്ട്. തൃശ്ശൂർക്കാർക്ക് അറിയാം, നമ്മൾ എന്ത് ചിക്കൻ വെക്കുകയാണെങ്കിലും ബീഫ് വെക്കുകയാണെങ്കിലും പോർക്ക് വെക്കുകയാണെങ്കിലും പ്ലെയിൻ ആയിട്ട് അങ്ങനെ വെക്കാറില്ല അല്ലേ. എപ്പോഴും എന്തെങ്കിലും ഇടും. ലൈക്ക് കൂർക്ക മെയിൻ സാധനമാണ് തൃശ്ശൂർക്കാരുടെ. കൂർക്ക ഇടും, കായ ഇടും, ഉരുളക്കിഴങ്ങ് ഇടും, കൊള്ളി ഇടും, പിന്നെ എന്തായിരുന്നു ചേന വരെ ഇടും, കുമ്പളങ്ങ ഇടും. ഇങ്ങനെ ചിക്കൻ്റെ കൂടെ പോവാത്ത കോമ്പിനേഷൻസ് ഇല്ല. അതുപോലെ തന്നെ ബീഫും കായും ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം അടിപൊളിയാണ്. അതുപോലെ തന്നെയാണ് ബീഫും കൂർക്കയും. എനിക്ക് ഏറ്റവും ഇഷ്ടം കൂർക്കയാണ് ബീഫിൻ്റെ കൂടെ. വെച്ചാൽ ബീഫിൻ്റെ ഒരു നെയ്യ് അതിൽ കിടന്ന് ഈ കൂർക്ക പ്രോസസ്ഡ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് മാത്രം മതി, നമുക്ക് ബീഫ് തന്നെ വേണ്ടി വരില്ല കഴിക്കുമ്പോൾ, ചോറുണ്ണുമ്പോൾ. സോ നമ്മളിപ്പോൾ വെച്ചു ഇതുകൊണ്ടും നമ്മുടെ ബീഫ് ഇനി വിസിലടിക്കുക അല്ലേ. അപ്പോൾ കൂർക്കപ്പെടുക, കൂർക്ക സെപ്പറേറ്റ്. ഇത് വിസിൽ വെച്ച് കഴിഞ്ഞിട്ട് ഒരു മീഡിയം വേവാകുമ്പോൾ കൂർക്കിട്ട് ഒരു വിസിൽ. ഓക്കെ, അപ്പോൾ പരിപാടി കഴിഞ്ഞു. സോ സിമ്പിൾ അല്ലേ. മസാല മുപ്പിക്കണം. ഇനി ഇങ്ങനെ മസാല വേറെ വേണം. സവോള വാട്ടും. ഓ, നമ്മൾ സവോള പറഞ്ഞു, സോറി ഗൈസ്. ഇത് നമുക്ക് വിസിൽ വരണവരെ നോക്കാം. എന്നിട്ട് അപ്പോഴേക്കും നമുക്ക് കൂർക്ക ശരിയാക്കാം. ഈ കൂർക്ക നന്നാക്കുക ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ ഗൈസ്. കുറേ സമയം എടുക്കും. പോരാത്തതിന് കൈ ഇതേ കളർ മാറും. നല്ല മണമുണ്ട്. ഈ മസാലയും പിടിച്ച നെയ്യിൻ്റെ മണം ബീഫിൻ്റെ. ഇനി എത്ര വിസിൽ വരെ നമ്മൾ നോക്കണം? ഇനി തീ കുറച്ചിട്ടിട്ട് ഒരു 15 മിനിറ്റ്സ് നമ്മൾ അങ്ങനെ കീപ്പ് ചെയ്യും. എന്നിട്ട് കൂർക്കിടും. പണ്ട് ഈ കൂർക്ക നമ്മൾ ചാക്കില്ലേ, ചാക്കിലിട്ടിട്ട് ഇങ്ങനെ തല്ലും, ചവിട്ടും, അലക്കല്ലുമ്പോ ഇട്ട് തല്ലോ, പിന്നെ ചവിട്ടൊക്കെ ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ
നന്നാക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ലല്ലേ. നേരത്തെ എന്താ ചെയ്യുന്നുണ്ടായിരുന്നു? ഞാൻ കൊട്ടയിലിട്ടിട്ട് കൊട്ടയിലിട്ടിട്ട് ഉരയ്ക്കുക. അപ്പൊ അത് ഇത്രയും ഡിഫിക്കൽട്ട് വരില്ല. അപ്പം മണ്ണും പിടിക്കില്ല. വെള്ളം തുറന്നിട്ടിട്ട് ചെയ്യുമ്പോൾ ഇത് ഹെക്ടിക് പണിയാണ്. പക്ഷെ നമ്മൾ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും. ആക്ച്വലി കൂർക്ക എല്ലാവർക്കും അത്രയും ഇഷ്ടപ്പെട്ട ഐറ്റമാണ് അല്ലേ. മോസ്റ്റ്ലി എല്ലാവരും കൂർക്ക കൂർക്ക എന്ന് പറഞ്ഞാൽ വെറുതെ ഉപ്പേരി വെക്കുക. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ കൂർക്ക ഉപ്പേരി വെക്കും, കൂർക്ക നമ്മൾ ഇസ്റ്റു പോലെ വെക്കില്ല, വറുത്തരച്ച് വെക്കും. അങ്ങനെ കുറേ ഡിഫറെൻറ്റ് കൈൻഡിൽ വെക്കും. അതിൽ ഏറ്റവും സ്പെഷ്യലാണ് ഇതുപോലെ ചിക്കൻ്റെ കൂടെ ബീഫിൻ്റെ കൂടെയൊക്കെ വെക്കും. ബീഫിൻ്റെ കൂടെ ബെസ്റ്റാണ്. ബീഫാണ് ഏറ്റവും ബെസ്റ്റ് കൂർക്കയ്ക്ക്. അതെന്തായിരിക്കും ഇങ്ങനെ എപ്പോഴും മിക്സ് ചെയ്ത് വെക്കുന്നത് അറിയുമോ? പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ലെന്ന് വെച്ചാൽ ആസച്ച് വെക്കുമ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ എന്തെങ്കിലും ഇടുമ്പോൾ കറിയായിട്ട് കൂടുതലുണ്ടാവും. അപ്പോൾ കൂടുതൽ പേർക്ക് കഴിക്കാം. പിന്നെ നെയ്യുള്ള കാരണം ഇതിൻ്റെ നെയ്യും ഇതിലുണ്ടാവുമല്ലോ. വെന്ത് കഴിഞ്ഞ് ഇറച്ചി ചൂടുന്നല്ലേ. ഓക്കെ. അപ്പോൾ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി കുറയുന്നതിനനുസരിച്ച് കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ അഡീഷണൽ ഇടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊരു നല്ല തീരുമാനമാണ്. അസിസ്റ്റന്റ് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് സാധനങ്ങളുടെ ആവശ്യമുണ്ട്. ഏതൊക്കെ? സവോള, തക്കാളി, പച്ചമുളക് 2 എടുത്താൽ മതി. പച്ചമുളക്, സബോള 2-3 എടുത്തോ. തക്കാളി ഉണ്ടോ? ചുണ്ടി, മല്ലിയില ഇല്ല. അല്ലായിട്ട് കാലം പോയി നിർത്ത്. ഉണ്ടാക്കാറ്. ഓക്കെ. അപ്പൊ ചുണ്ടിനെ നമ്മൾ പറഞ്ഞു വിടാൻ കേട്ടോ, കടയിൽ പോയി സാധനങ്ങൾ എടുക്കാൻ. ബായ്. 4ാമത്തെ വെച്ചിട്ടാണ് ഓരോ കുക്കറിനനുസരിച്ച്. ഉപ്പേരിയൊക്കെ നമ്മൾ വെക്കുമ്പോഴും കൂടുതലും ഒരു സാധനം തന്നെ വെക്കില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്യാബേജ് മുതിരി അല്ലേ, പിന്നെ പയറ് കായ, പിന്നെ നമ്മുടെ ചീര മുട്ട, അത് പിന്നെ എല്ലാവർക്കും അറിയണ്ടായിരിക്കും. അങ്ങനെ എല്ലാത്തിലും കോമ്പിനേഷൻസ് ആണ്. ബീട്രൂട്ട്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, അങ്ങനെ എല്ലാം കോമ്പിനേഷനിൽ ഉണ്ടാക്കും. കഴിയാറായിട്ടുണ്ടായിരുന്നു. നന്നാക്കി ഒരു വഴിക്കായി. പിന്നെ എനിക്ക് തോന്നിയൊരു വെറൈറ്റി കോമ്പിനേഷൻ മറ്റേ ചിക്കനും കുമ്പളങ്ങയും അല്ലേ. വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നാടൻ കോഴിയാണെങ്കിലാണ് കേട്ടോ അത് കുറച്ചും കൂടെ നല്ലതാവും. അല്ലെങ്കിൽ കുഴപ്പമില്ല, വെറുതെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ചിക്കൻ കുമ്പളങ്ങ. അത് എനിക്കത് നമ്മളങ്ങനെ വിചാരിക്കുന്നില്ലല്ലോ അതെങ്ങനെ പോവോ രണ്ടും കൂടെ. ബട്ട് നല്ല കോമ്പിനേഷൻ. നമ്മൾ ചിക്കൻ ഒരു മരുന്ന് വെപ്പ് എന്ന് പറഞ്ഞൊരു വെപ്പുണ്ട്. എന്തായിരുന്നാലും നമ്മൾ കുരുമുളക് അങ്ങനെ സ്പൈസസ് ഒക്കെ കൂടുതലിട്ട് നാടൻ കോഴി മിക്കതും അങ്ങനെയാണ് വെക്കുക. നമ്മൾ നോർമൽ ചിക്കൻ വെക്കുന്ന പോലെയല്ല, മരുന്ന് വെപ്പ് അങ്ങനെ എന്തൊക്കെയോ പറയാം. ഒരു ലവും പിന്നെ എന്തൊക്കെ കണ്ണാടി ചുണ്ടി സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് കവറിലെന്ന് നോക്കട്ടെ. പറഞ്ഞ എല്ലാ സാധനവും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. സബോള, ഇഞ്ചി, തക്കാളി, പച്ചമുളക്. താങ്ക് യു. അങ്ങനെ ഗൈസ് നമ്മൾ വെന്തോ നോക്കാൻ പോവാണ്. പക്ഷെ കാണാൻ നല്ല സൂപ്പർ ആയിട്ടുണ്ടല്ലേ. തക്കാളി, പച്ചമുളക്, വേപ്പില, പിന്നെ വെളുത്തുള്ളി, ഇത്ര ഐറ്റംസ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സബോളയും കൂടെ അതിലേക്ക് ഇടുകയാണ് കേട്ടോ. നമ്മളിതുപോലെ പുളി കട്ട് തിന്നുകൊണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? അതെ അതെ. നമ്മള് പണ്ടത്തെ വീടില് ഉറിയില് കെട്ടി
വെച്ച് തൂക്കിയിടുമായിരുന്നു അടുക്കളയിൽ. അപ്പൊ നമ്മളിതുപോലെ സ്ലാബുമ്മ കയറി എത്തിച്ച് ഉറിന്ന് കട്ട് തിന്ന് ടാസ്ക് ആയിരുന്നു. അല്ലുവിന്റെ ഐറ്റം എങ്ങനെയുണ്ട് ഗൈസ്, ഇഷ്ടപ്പെട്ടോ? നമ്മളിതില് ഒന്ന് വഴണ്ട് വന്നപ്പോ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി ഇട്ടു കേട്ടോ. ഈ റെഡ് കളറ് ബീഫ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കാശ്മീർ കഴിഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നമ്മൾ കൂർക്ക ബീഫിലോട്ട് ഇടാണ് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യും. അപ്പൊ നമ്മുടെ മിക്സ് നമ്മൾ കൂർക്കയുടെ മുകളിൽ ഇടുകയാണ്. സൂപ്പർ അല്ലേ കാണാൻ? കുറച്ച് ഉപ്പും കൂടെ ഇടും. കാര്യം കൂർക്ക നമ്മളിട്ടല്ലോ, അപ്പൊ കൂർക്കയ്ക്ക് ഉപ്പ് വേണമെന്നുകൊണ്ട് ബാക്കി ഇനി നോക്കിയിട്ടിടാം. ഞാൻ ആക്ച്വലി ഒരു മല്ലിയില ഫാനല്ല, പക്ഷെ കുഴപ്പമില്ല. നമ്മൾ കുക്കർ അടച്ചു. ഇനി ഒരു വിസില്, അടുത്ത ഒരു വിസിലോടും കൂടി നമ്മുടെ കുക്കർ ബീഫ് റെഡി ആയിരിക്കുന്നു. ഇനി നമ്മള് വിസില് കളഞ്ഞിട്ടൊന്ന് നോക്കുകയാണ് കേട്ടോ, ബീഫ് എന്തായെന്ന് നോക്കാം. കാണാൻ സൂപ്പർ, കണ്ടിട്ട് കഴിക്കാനും സൂപ്പർ ആയിരിക്കുന്ന ഉറപ്പാണ്. പിന്നെ നമ്മൾ അടുത്ത ടേസ്റ്റ് ഉപ്പ് നോക്കൽ, ടേസ്റ്റ് നോക്കലാണ്. സൂപ്പർ ഗൈസ്. നല്ലൊരു കഷ്ണം ബീഫ്, പിന്നെ ഇതുപോലെ ഒരു കഷ്ണം കൂർക്കയും രണ്ടും കൂടെ ഒരുമിച്ച്. സോ ഫൈനലി നമ്മൾ കുറച്ച് നേരം അടച്ചു വെച്ചിട്ടൊന്ന് തുറന്നു കേട്ടോ. സെറ്റ് ആയിട്ടുണ്ട്. നമ്മളിനി ലഞ്ച് കഴിക്കാൻ പോവാണ്. നമ്മൾ ചോറെടുത്തു, ഇനി ബീഫ് എടുക്കാം. കൂർക്കയാണ് ഇഷ്ടം. അങ്ങനെ ചുണ്ടി